ഒരുപക്ഷെ ഈ വേദിയിലേക്ക്, ഈ ഓഡിറ്റോറിയത്തിലേക്ക് മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. പക്ഷേ യുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ശ്രീ വി. സതീശൻ. കാരണം ഞങ്ങളുടെ തേവര കോളേജിലെ ബിരുദ വിദ്യാർത്ഥി, അതിനുശേഷം ബിരുദാനന്തര പഠനം നടത്തിയത് രാജഗിരിയിൽ തന്നെ, രാജഗിരിയിലെ സോഷ്യൽ സയൻസ് കോളേജ് കളമശ്ശേരിയിൽ അദ്ദേഹം ബിരുദം നടത്തി. അങ്ങനെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരിക്കുന്ന ശ്രീ വി. ഡി. സതീശൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുവാനായിട്ട് വലിയൊരു സന്തോഷമാണ്. ഒരു ശക്തിയാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനാണ്. ഈ വേദിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. Merit is defined differently every year. The benchmark of merit has been redefined every year. ഇന്ന് 1200 മേടിച്ച CBSE ഒരു കൊച്ചു പിടിക്കുകയും ഇത്രയും പലതവണയായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ വർഷവും കഴിയുന്തോറും മെറിറ്റിന്റെ ബെഞ്ച്മാർക്ക് ഉയർന്നു വരികയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ, ഇഷ്ടപ്പെട്ട സ്കൂളിൽ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് പഠിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അത്രയും കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. എല്ലാവരും രാവിലെ അർജന്റീനയുടെ ഫുട്ബോൾ മാച്ച് കണ്ടിട്ട് വന്ന ആളുകളായിരിക്കും. അപ്പോൾ പാഷൻ ഫോളോ ചെയ്യാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അക്കാഡമിക്സിൽ മാത്രമല്ല, സർഗശേഷി പ്രകടിപ്പിക്കുന്നത്, നന്നായി പാട്ട് പാടുന്ന, നന്നായി എഴുതാൻ കഴിവുള്ള, നന്നായി നൃത്തം ചെയ്യാൻ കഴിവുള്ള, നല്ല അത്ലറ്റിക്സ് ആയിട്ടുള്ള, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിങ്ങൾ അക്കാഡമിക്സ്, ഓഫ്കോഴ്സ് നിങ്ങൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം കടന്നിരിക്കുകയാണ്. പക്ഷേ ദിസ് ഇസ് ഓൺലി എ ബിഗിനിങ്. ലേണിംഗ് ഷുഡ് ബി എ കണ്ടിന്യൂസ് പ്രോസസ്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഏത് പ്രൊഫഷനിൽ എൻഗേജ് ചെയ്താലും, ഏത് ജോലിയിൽ വന്നാലും AI നമ്മുടെ കയ്യിലില്ല, ടെക്നോളജിയിൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ല എങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വി വിൽ ലൂസ് അവർ ജോബ്സ്. പ്രൊഫഷനിലേക്ക്, ഡിഗ്രികളിലേക്ക് നിങ്ങൾ കടന്നു പോകും. അവിടെയും ഈ ആവേശം ചോരാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അവിടെയും പുതിയ ടെക്നോളജി, AI എല്ലാം ഉപയോഗിക്കാൻ ജീവിത അവസാനങ്ങളിൽ ഇനി പഠിക്കേണ്ട ഒരു സമയമാണ്. കാരണം AI is also going to steal a lot of jobs. അപ്പൊ അതിൽ എക്വിപ്റ്റ് ആവാൻ നമുക്ക് സാധിക്കണം. അതിനുകൂടി നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിലൊരു പ്രചോദനം മാത്രമാണ് ഈ ഒരു MP അവാർഡ് എന്ന് പറയുന്നത്. ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ MP നൽകുന്ന MP അവാർഡിന് ഉദാഹരണമാണ് ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. ഇതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകം, നിരന്തരമായി പറയുന്ന ഒരു വാചകം ഞാൻ ആവർത്തിക്കുകയാണ്. എനിക്കത് എത്ര പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നവും പ്രതീക്ഷയുമാണ്, അല്ലേ? ഒരു സംശയമില്ല. അവരുടെ സ്വപ്നവും പ്രതീക്ഷയും എല്ലാം നിങ്ങളാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മാത്രം സ്വപ്നവും പ്രതീക്ഷയല്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടി സ്വപ്നവും പ്രതീക്ഷയുമായി നാടിന് ആ യാഥാർത്ഥ്യമാണ് ഞങ്ങൾ നിങ്ങളെ കൗതുകത്തോടുകൂടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ വളർന്നു വരുന്നത് കാണാൻ. ഞാൻ പഠിക്കുന്ന കാലത്താണ് ഞാനൊരു മനോഹരമായ വാക്ക് കേട്ടില്ല, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹാവാനിലെ ഒരു എക്കണോമിസ്റ്റ് ആണ് ആ പേര് നൽകിയത്. ഡെമോഗ്രഫി എന്ന് പറയുന്നത് പോപ്പുലേഷൻ സ്റ്റഡീസ് ആണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡിവിഡൻഡ്, ജനസംഖ്യയുടെ ഡിവിഡൻഡ്. അതായത് അത് യങ്സ്റ്റേഴ്സ് ആണ്. അവിടെ ക്രിയേറ്റീവ് പോപ്പുലേഷൻ ആണ്. ആ പോപ്പുലേഷന് ഏത് രാജ്യത്തെയും ജനസംഖ്യയുടെ ക്രിയേറ്റീവ് പോപ്പുലേഷൻ ആണ്, യങ്സ്റ്റേഴ്സ് ആണ്. കാരണം അവരാണ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ നേഷൻ, ടു ദ സൊസൈറ്റി, ടു ദ വേൾഡ്. എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരാണ്. ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇന്ത്യക്ക് ഒരു അഭിമാനം ഉണ്ടായിരുന്നു. 60 to 65% കേരളത്തിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് യങ്സ്റ്റേഴ്സ് ആണ്.
ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആണ്. ആ ജനസംഖ്യയിലുണ്ടായ ആധികാരികമായ മാറ്റം ഉണ്ടാകുന്നു. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഈസ് ബിക്കമിങ് വെരി തിൻ. യങ്സ്റ്റേഴ്സ് എന്തുകൊണ്ട് ജനസംഖ്യയുടെ പ്രശ്നം കൊണ്ടും ബ്രെയിൻ ഡ്രെയിൻ കൊണ്ടും മൈഗ്രേഷൻ കൊണ്ടും കേരളത്തിലുള്ള ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് തിന്നായ പാടില്ല. ലൈഫ് എക്സ്പെക്ടൻസി കൂടി, ആയുർദൈർഘ്യം വർദ്ധിച്ചു അല്ലേ, ഭയങ്കരമായി കൂടി. അപ്പോ മറ്റേ സീനിയർ സിറ്റിസൺസിന്റെ പോപ്പുലേഷൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേരളം നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പ്രശ്നം. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന്റെ പോപ്പുലേഷൻ ചെറുതായി മാറുകയും മറ്റേത് വലുതായി മാറുകയും ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ രണ്ട് രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായി സീനിയർ സിറ്റിസൺസിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി. അപ്പൊ എല്ലാവർക്കും വെൽഫെയർ പോയിന്റാണ്, വീട്ടിൽ റിട്ടയർ പോയിരിക്കുന്നവർക്ക് അല്ല, സഹായിക്കാനല്ല. അവരൊരു മേജർ പോർഷനെ കൺസ്ട്രക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ വരുന്നത്. നിങ്ങളുമായിട്ട് കൂടി ജയിക്കുകയും പിന്നെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡായ നിങ്ങളുടെ പോപ്പുലേഷൻ ഇവിടെ വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങൾ, ഞാൻ പറയുന്ന മാതാപിതാക്കൾ നിങ്ങളെ കുഞ്ഞി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി തൊട്ടിൽ കെട്ടി താരാട്ടുപാടി വളർത്തിയെടുത്തതാണ് അല്ലേ. നിങ്ങൾ ഇവിടെ ഉണ്ടാകണം, നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം നാട്ടിലുണ്ടാകണം. നാട്ടിൽ നിങ്ങൾ പഠിക്കണം, നാട്ടിൽ നിങ്ങൾ നല്ല ജോലി ചെയ്യണം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ഞാൻ ദീർഘമായൊന്നും പറയുന്നില്ല. അത് ചെയ്യേണ്ടത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങളാണ് ചെയ്യേണ്ടത്. ഞങ്ങളത് ചെയ്തിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ലോകം കേരളത്തിൽ ഉണ്ടാകും, ഒരു പുതിയ മാറ്റം കേരളത്തിൽ ഉണ്ടാകും. അതിന് കേരളത്തെ സജ്ജമാക്കുക, ഒരു മനസ്സൊരുക്കം കേരളത്തിൽ നടത്തുക എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കേരളത്തിൽ ഒരു കുഴപ്പമുണ്ട്, ഒരു പുതിയ കാര്യം സംഭവിക്കില്ല. അപ്പൊ തന്നെ വിമർശനം തുടങ്ങും, അപ്പൊ തന്നെ അതിൻ്റെതായ ആക്ഷേപം തുടങ്ങും. നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം ചെയ്യണം, അത് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഉറപ്പായി എന്ത് എതിർപ്പുകൾ ഉണ്ടാണെങ്കിലും അത് ചെയ്തിരിക്കും. ഇനി നമ്മുടെ കുട്ടികളെ വെളിയാടാക്കാൻ പറ്റില്ല. വരാനിരിക്കുന്ന തലമുറ അവരെ സജ്ജരാക്കിയില്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് കേരളത്തിൽ ഉണ്ടാകും. ഞാൻ എനിക്ക് വിനയപൂർവ്വം പറയാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റിൽ, നിങ്ങൾ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. അതിനുള്ള കഠിനാധ്വാനം നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുള്ള പ്രോത്സാഹനമാണ് MP അവാർഡും MLA അവാർഡും എല്ലാം നൽകുന്നത്. ഞങ്ങളുടെ സ്വപ്നവും ഞങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ് എന്ന വിലയിരുത്തലും ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ മനോഹരമായ പരിപാടി സംഘടിപ്പിച്ച ശ്രീ ഹൈബിയുടെ MPയെയും സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. GHSS for girls Ernakulam. വേഗം വരണേ, ഓടി വരണേ. Time waits for that. Sehri Salim, St. Teresa's and GHS for Kochi. GHS for Kochi. And finally we have Parvati Rajesh from